ഇപ്പൊ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിനാണ് എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത് സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. അതിന്റെ ഒരു ഹൈറാർക്കി ഓർത്ത് വെക്കുക. കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തൈൻ, നൈട്രസ് ഓക്സൈഡ്സ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺ, പെർഫ്ലൂറോ കാർബൺ, സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. അതിലെ ലാസ്റ്റ് വരുന്ന ഹൈഡ്രോഫ്ലൂറോ കാർബൺ, അതുപോലെ തന്നെ പെർഫ്ലൂറോ കാർബൺസ്, സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്, ഇതിനാണ് ഏറ്റവും കൂടുതൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ വരുന്നത്. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇനി നമ്മൾ പറയുന്ന കാര്യം കൂടെ നമ്മൾ ഓർത്തു വെക്കുക. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡിനാണ് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് അല്ലെങ്കിൽ സൾഫർ ഫ്ലൂറൈഡ്, അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഹൗ മച്ച് ഈച്ച് ഹ്യൂമൻ കോസ്ഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ടോട്ടൽ എമിഷൻ അറൌണ്ട് ദ ഗ്ലോബ്. കോൺട്രിബ്യൂഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഈ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുക. ഈവൻ ദോ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡിന് കുറവാണെങ്കിൽ പോലും എമിഷൻ വൈസ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ദെൻ മീത്തൈൻ, ദെൻ നൈട്രസ് ഓക്സൈഡ്സ്, ദെൻ ഫ്ലോറിനേറ്റഡ് ഗ്യാസസ്. അപ്പൊ കോൺട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നത് കൂടെ നമ്മൾ ഓർത്തു വെക്കുക. ഇനി നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കടക്കുകയാണ്. ഇതും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് എൻവയോൺമെന്റ് എവിടെ എത്താത്തത് പോലെ തോന്നും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സെഷനൂടെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഗ്ലോബൽ വാർമിംഗ്, എൻവയോൺമെന്റും ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൺവെൻഷൻസും കോൺഫറൻസസ് ഒക്കെ നമ്മളുടെ ഭൂമിയിൽ നടന്നിട്ടുണ്ട്, കുറെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരു ചെറിയ കുറേ കൺവെൻഷൻസും കുറേ കോൺഫറൻസസും ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പൊ എല്ലാതും നമുക്ക് നോക്കുക എന്നുള്ളത് നമ്മളുടെ ഈ ഒരു കുറഞ്ഞ സമയത്ത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ. ഇതൊക്കെ പരിചയം ഉണ്ടോ? ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? നോട്ട്സ് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് പറഞ്ഞാൽ മതി. ഐ ക്യാൻ പൗസ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ, ആൻസർ വന്നു. പാരിസ്. ദിസ് ക്വസ്റ്റ്യൻ ഇസ് ബിറ്റ് കൺഫ്യൂസിങ്. പാരീസ് പറയാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. ഇനി അത് ആൻസർ 3 ജനീവ സ്വിറ്റ്സർലാൻഡ് പറയുന്നുണ്ട്. സോറി, അതുമല്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നമ്മൾ അതിലേക്ക് കടക്കാം, പ്രശ്നമില്ല. ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത് ISA, ഇന്ത്യയും ഫ്രാൻസൊക്കെ കൂടെ കൊളാബറേറ്റ്ലി ലോഞ്ച് ചെയ്ത ഒരു പരിപാടിയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അതിലേക്ക് നമുക്ക് വരാം. സോളാർ എനർജി പരമാവധി ഉപയോഗിക്കുക എന്നതായിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഓൺഗോയിങ് ആണ്. 2015 നടന്ന COP21 നടന്ന സ്ഥലമാണ് പാരീസ്. പാരീസ് അഗ്രിമെന്റ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടതാണ്. അതിലാണ് ഇത് ലോഞ്ച് ചെയ്യപ്പെട്ടത്. ദാറ്റ്സ് വെരി ട്രൂ. അപ്പോ സെക്കൻഡ് ആൻസർ ബി പറഞ്ഞ ആളുകൾക്ക് ചില രീതിയിൽ സമാധാനിക്കാം. ആ ഒരു വർഷം തന്നെയാണ്, ആ ഒരു COP21 ഭാഗമായിട്ട്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 21 ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എപ്പോഴാണ് ഓപ്പൺ ടു സിഗ്നേച്ചർ ഓഫ് മെമ്പർ കൺട്രീസ്. അത് സംഭവിച്ചത് മെറാക്കിഷ്, മൊറോക്കോയിൽ നടന്ന ആ ഒരു ഫ്രെയിംവർക്ക്, ആ ഒരു കൺവെൻഷനിലാണ്, COP22 അത് സംഭവിച്ചിട്ടുള്ളതെന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ മെറാക്കിഷ്, മൊറോക്കോ ഇസ് ദ റൈറ്റ് ആൻസർ. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. വിത്ത് ദാറ്റ് ലെറ്റ്സ് മൂവ് ടു ദ സെഷൻ. നമുക്ക് ഒരു മെല്ലെ 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 ഓരോ ഇയറും മറ്റൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോവാം. ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്താണ് റാംസാർ കൺവെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു കൺവെൻഷനാണ്. കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ്. ഇതിനെയാണ് നമ്മൾ റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്.
ഈ വാട്ടർ ഫ്ലോ ഹാബിറ്റേറ്റ് അതിനെ പ്രിസർവ് ചെയ്യുക, അത്തരം വിഷയങ്ങൾ, കൺസർവേഷൻ ആൻഡ് വൈസ് യൂസ് ഓഫ് വെറ്റ്ലാൻഡ്സ് ഗ്ലോബലി, ഇതായിരുന്നു റാംസാർ കൺവെൻഷന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. 971 നടന്നത് ഇറാനിലെ റാംസാറിൽ വെച്ചാണ്. ഒരു ആൾമോസ്റ്റ് ഒരു നമ്മൾ ഏർലി കൺവെൻഷൻസിൽ പെട്ട ഒരെണ്ണാണ് റാംസാർ കൺവെൻഷൻ. ഞാൻ വല്ലാണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. റാംസാർ കൺവെൻഷനിലെ ഒരു റെക്കോർഡ് ഒരു 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 റെക്കോർഡ് പോലെ ഒരു സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാണ് മോൺട്രെറ്റ്സ് റെക്കോർഡ് എന്ന് പറയാം. അതായത് സിവിയർ ആയിട്ടുള്ള എക്കോളജിക്കൽ ത്രെറ്റ്സ് നേരിടുന്ന വെറ്റ്ലാൻഡുകളെയാണ് അതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആ ഒരു പ്രത്യേകമായിട്ടുള്ള സൈറ്റുകൾ നമ്മൾ റാംസാർ സൈറ്റ്സ് എന്നും പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, അതേപോലെ സിവിയർ ആയിട്ടുള്ള ത്രെറ്റുകൾ നേരിടുന്ന വെറ്റ്ലാൻഡുകൾ പറഞ്ഞ പേരാണ് റാംസാർ സൈറ്റുകൾ. 24,000-ഓളം റാംസാർ സൈറ്റുകളാണ് ഗ്ലോബലി ഐഡന്റിഫൈ ചെയ്യപ്പെട്ടത്. അതാണ് റാംസാർ സൈറ്റ്. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട റാംസാർ സൈറ്റുകളാണ് ഇവിടെ ഞാൻ ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ദാറ്റ്സ് നോട്ട് വെരി മച്ച് ഇമ്പോർട്ടന്റ്. എന്നാലും നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേമ്പനാട് കായലും മറ്റൊക്കെ അഷ്ടമുടി കായലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രധാനപ്പെട്ട റാംസാർ സൈറ്റുകളൊക്കെയാണ് ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റാംസാർ സൈറ്റ്. റാംസാർ സൈറ്റ് എന്താണ്? സിവിയർ ആയിട്ടുള്ള ത്രെറ്റ് നേരിടുന്ന വെറ്റ്ലാൻഡുകളെയാണ് നമ്മൾ റാംസാർ സൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് സ്പീഡ് ആക്കേണ്ടതുണ്ട്, കാരണം ഒരുപാട് കവർ ചെയ്യാണ്ട്. ഇനി ലക്ഷണമൊത്ത ഒരു കോൺഫറൻസ് നമുക്ക് ഡേറ്റ് ബാക്ക് 1972. റാംസാർ 1971 ആയിരുന്നു. എന്നാൽ 1972 നടന്ന ഒരു കോൺഫറൻസ് ഉണ്ട്, സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ആയിരുന്നു. നാഷണൽ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയൺമെന്റ് എന്നാണ് ഇതിന് പേരുള്ളത്. എന്നാൽ ഇത് സാധാരണ രീതിയിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. അത് നടന്നത് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലായിരുന്നു എന്നതുകൊണ്ടാണ് ആ പേരിൽ അറിയപ്പെടുന്നത്. യുണൈറ്റഡ് നേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഹ്യൂമൻ എൻവയൺമെന്റിൽ നടന്ന ഒരു കോൺഫറൻസ് ആണ് ഈ കോൺഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്തായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്? എൻവയൺമെന്റൽ പ്രോബ്ലംസ് ഗ്ലോബലി അഡ്രസ് ചെയ്യുക എന്നത് ആദ്യമായിട്ട് നടന്ന ഒരു പരിപാടിയാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നത് സ്റ്റോക്ക്ഹോം കോൺഫറൻസിലാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിൽ നമുക്ക് പറയാൻ പറ്റുന്നത് UNEP ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ്, യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റ് പ്രോഗ്രാം. അത് ലോഞ്ച് ചെയ്യപ്പെടുന്നത്, അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ്. ഒരിക്കലും മറക്കാതിരിക്കുക. UNEP എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു, ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട സവിശേഷത. അതിൽ പിന്നെ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ, പ്രിൻസിപ്പൽ 21, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അത്ര നിർബന്ധമില്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കൺവെൻഷനാണ് സൈറ്റ് എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ. അതായത് ഒരുപാട് വൈൽഡ് അനിമൽസും പ്ലാന്റ്സും ഉണ്ട്, അവരുടെ സർവൈവൽ തന്നെ ത്രെറ്റിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവരെ ഇന്റർനാഷണൽ ട്രേഡിലും മറ്റൊക്കെ ഭയങ്കര കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്ന ഒരു കൺവെൻഷൻ ആയിരുന്നു സൈറ്റ്. അപ്പോൾ കുറെ വൈൽഡ് അനിമൽസിന്റെ, വൈൽഡ് ബേർഡ്സിന്റെ, വൈൽഡ് പ്ലാന്റ്സിന്റെ ഒക്കെ സർവൈവല് ത്രെറ്റനാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇന്റർനാഷണൽ ട്രേഡുകളിലൊക്കെ പാലിക്കേണ്ട കുറെ മര്യാദകളും മറ്റൊക്കെ കൊണ്ടുവന്നതാണ് സൈറ്റ്. CITE regulates international trade of over 38,000 species of plants and animals. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവര് ഒരു 3 അപ്പൻഡിസസ് ആയിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3. അതിൽ ഓരോന്നിലും പെടുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ സ്പീഷീസ് എന്താണ് പ്രത്യേകത എന്നൊക്കെ ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ വേണ്ടതാണ് അപ്പൻഡിക്സ് 1. കൊമേഴ്ഷ്യൽ ട്രേഡ് ഈസ് അലൗഡ് പ്രൊവൈഡഡ് സർട്ടൻ പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ്. അതിനേക്കാൾ കുറഞ്ഞ വരുന്ന രീതിയിൽ അപ്പൻഡിക്സ് 1, 2, 3 ഈ രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട്. സൈറ്റിന്റെ ലോഗോ, അതിന്റെ ഒരു പോസ്റ്റർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ സൈറ്റ് എന്താണെന്നുള്ള ഒരു ടേം ഓർത്തു വെക്കുക. അതിന്റെ ഇയർ 1973 ആണെന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർത്തു വെക്കുക. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് കൺവെൻഷൻ 1985 ഓർത്തു വെക്കേണ്ടതാണ്. ഓസോൺ ലെയർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട ഒരു കൺവെൻഷനാണ് വിയന്ന കൺവെൻഷൻ. ഓസോൺ ലെയറുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട ഒരു കൺവെൻഷനാണ് വിയന്ന കൺവെൻഷൻ. ഓസോൺ ലെയർ പ്രൊട്ടക്ട് ചെയ്യുക, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എന്താക്കുക, പരമാവധി ലിമിറ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നതാണ് വിയന്ന കൺവെൻഷന്റെ ഒരു പ്രധാനപ്പെട്ട പേർപ്പസ് ആയിട്ടുണ്ടായിരുന്നത്.
അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ എഫേർട്സ് ഒക്കെ തുടങ്ങുക എന്നുള്ളതാണ് വിയന്ന കൺവെൻഷന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. വിയന്ന കൺവെൻഷന്റെ ലോഗോ പോസ്റ്റർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വിയന്ന കൺവെൻഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഓസോൺ ലെയർ. ഇതിൽ കാണുന്ന UNEP എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഏതിന്റെ ഭാഗമായിട്ടാണ് വന്നതെന്ന് ഓർമ്മയുണ്ടോ? യുഎൻഇപിന്റെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഏത് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് UNEP വന്നത്? സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. അടിപൊളി അടിപൊളി അടിപൊളി. സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ ഭാഗമായിട്ട് വന്നതാണ് UNEP. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 ആയിരുന്നു. യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റ് പ്രോഗ്രാം എന്നാണ് ഇതിന്റെ ഫുൾ നെയിം. ഇനി വരുന്ന പ്രധാനപ്പെട്ട രണ്ടാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. 1985 വിയന്ന കൺവെൻഷൻ ഉണ്ടായത്. 87 മോൺട്രിയൽ പ്രോട്ടോകോൾ വരുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോളിൽ എന്തായിരുന്നു നമ്മൾ ചെയ്തത്? ഡിപ്ലീറ്റ് ദ ഓസോൺ ലെയർ ഹെൽഡ് അണ്ടർ ദ ഫ്രെയിംവർക്ക് ഓഫ് യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റ് പ്രോഗ്രാം. അതായത് ഇതിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താ? ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഹാലൻ, ഇതിന്റെയൊക്കെ കൺസപ്ഷനും പ്രൊഡക്ഷനും ഒക്കെ ഫേസ് ഔട്ട് ചെയ്യുക എന്നതായിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട, ഒരു പേർപ്പസ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ് ആയിരുന്നു. ഇതിന് കൃത്യമായുള്ള ടൈം ലൈൻ ഉണ്ടായിരുന്നു. ഓരോന്നും ഫേസ് ഔട്ട് ചെയ്യാനുള്ള ടൈം ലൈൻ ഉണ്ടായിരുന്നു. ലീഗലി ബൈൻഡിങ് ആയിരുന്നു എന്നുള്ളതാണ് മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ പ്രത്യേകത. ഇതിലൊക്കെ അമെന്റ്മെന്റുകളും മറ്റൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആയിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ. ആൻഡ് ഇറ്റ് വാസ് എഫക്റ്റീവ്. മോസ്റ്റ് സക്സസ്ഫുൾ ഇന്റർനാഷണൽ എൻവയൺമെന്റ് ട്രീറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ ഫേസ് ഔട്ട് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് സാധിച്ചത് മോൺട്രിയൽ പ്രോട്ടോകോൾ ഒക്കെ വഴിയാണ്. വിത്ത് മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ കോൺസെൻട്രേഷൻ, വിത്തൗട്ട് മോൺട്രിയൽ പ്രോട്ടോകോൾ എങ്ങനെയായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ളത് കാണിച്ചിരുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ എൻവയൺമെന്റൽ ട്രീറ്റി ആയിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് ഓർത്തു വെക്കുക. 1987 സോറി. അമെന്റ്മെന്റിലേക്കൊന്നും പോകുന്നില്ല. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, IPCC, ഇയർ ഒന്ന് ഓർത്തു വെക്കുക. 1988. എല്ലാ ഇയറും ഓർത്തു വെക്കൽ പ്രയാസമായിരിക്കും. ബട്ട് അവർ എങ്ങനെയെങ്കിലും ഒരു സാധനം ഒരു കൊള്ളിയാൻ പോലെ എക്സാമിന്റെ സമയത്ത് ഓർമ്മ വരികയാണെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് കാണാതെ പഠിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ് തിങ്. ബട്ട് ഈ രീതിയിലെങ്കിലും ഒന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കാം. അതിന്റെ വല്ലാണ്ട് ഡെപ്തിലേക്ക് പോകുന്നില്ല. നമ്മൾ ഡെപ്തിലേക്ക് പോകേണ്ട പ്രധാനപ്പെട്ട ഒരു കൺവെൻഷൻ ഇവിടെ വരാനുണ്ട്. റിയോ സമ്മിറ്റ്. 1992 എർത്ത് സമ്മിറ്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സമ്മിറ്റ് ആണ് റിയോ എർത്ത് സമ്മിറ്റ്. റിയോ എർത്ത് സമ്മിറ്റിന്റെ പ്രത്യേകത ഒരുപാട് ഇപ്പോഴും നമ്മൾ ഓൺഗോയിങ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് കൺവെൻഷൻസിന്റെയും മറ്റൊക്കെ സ്റ്റാർട്ടിങ് ലക്ഷണമൊത്തൊരു കോൺഫറൻസ്, ലക്ഷണമൊത്തൊരു സമ്മിറ്റ് ആയിരുന്നു റിയോ സമ്മിറ്റ്. 1992 1992 നടന്ന ഈ റിയോ സമ്മിറ്റിന്റെ കറക്റ്റ് പേരാണ് UNCED, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. ഇതാണ് ഇതിന്റെ ഫുൾ നെയിം. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. പേരൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. റിയോ സമ്മിറ്റ് എന്നുള്ളത് ചിലപ്പോൾ എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ, ദേ ആർ നോട്ട് ടു തിങ്സ്. അത് രണ്ടും ഒരുമിച്ച് ഒരേപോലെ പാരലലി കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. അതിനെ ലിങ്ക് ചെയ്തു എന്നുള്ളതാണ് റിയോ സമ്മിറ്റിന്റെ പ്രത്യേകത. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. ഒരുപാട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. റിയോ സമ്മിറ്റ് നടന്നത് റിയോ ഡെ ജനീറോ ബ്രസീലിലെ സ്ഥലത്താണ്. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. യുണൈറ്റഡ് നേഷൻസ് ആയിരുന്നു ഇതിന്റെ ഓർഗനൈസേഴ്സ് അലോങ് വിത്ത് ബ്രസീലിയൻ ഗവൺമെന്റ് ഒബ്വിയസ്ലി. അതിന്റെ ലോഗോ, അതിന്റെ സ്റ്റേജ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1992 നമ്മൾ റിയോ സമ്മിറ്റിന്റെ പ്രധാനപ്പെട്ട കുറെ ഔട്ട്കമ്മിൽ പെട്ടതാണ് അജണ്ട 21, റിയോ ഡിക്ലറേഷൻ, ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്, CBD, അതുപോലെ തന്നെ UNFCC, UNCCD. ഇതൊക്കെ റിയോ സമ്മിറ്റിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയോ സമ്മിറ്റ്, റിയോ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ റിയോ ഡിക്ലറേഷൻ ആണ് എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, അതാണ് അതിൽ വരുന്നത്. അജണ്ട 21 21st സെഞ്ചുറിയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അജണ്ടകളായിരുന്നു. ഫോറസ്റ്റ് പ്രിൻസിപ്പൾ വരുന്നുണ്ട്. ഇതൊന്നും ലീഗലി ബൈൻഡിങ് ആയിരുന്നില്ല ആദ്യത്തെ 3 കാര്യങ്ങൾ. എന്നാൽ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് അതിനുശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. CBD, UNFCC, UNCCD. CBD എന്ന് പറയുമ്പോൾ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി,
കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. UNFCC, UN നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻസ്. FCCC എന്ന് പറയുമ്പോൾ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതുപോലെ തന്നെ UNCCD, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ, കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ. ഇതാണ് പ്രധാനപ്പെട്ട റിയോ സമ്മിറ്റിന്റെ ഔട്ട്പുട്ട് ആയിട്ട്, റിസൾട്ട് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി റിയോ സമ്മിറ്റിന്റെ അജണ്ട 21 എന്തായിരുന്നു, റിയോ ഡിക്ലറേഷൻ എന്തായിരുന്നു, അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പ്ലാനാണ് അജണ്ട 21. റിയോ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് 27 പ്രിൻസിപ്പൽസ് ഗൈഡിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രിൻസിപ്പൽസ് അടങ്ങിയിരിക്കുന്ന ഒരു ഡിക്ലറേഷൻ ആണ്. ഫോറസ്റ്റ് പ്രിൻസിപ്പൽ, സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് ഫോറസ്റ്റ് ഗ്ലോബലി, ഇതൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ള അതിന്റെ ഉള്ളടക്കം. CBD എന്താണ് നമ്മൾ പറഞ്ഞു, UNFCC എന്താന്ന് പറഞ്ഞു, UNCCD എന്താന്ന് പറഞ്ഞു. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ് CBD. UNFCC എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1992 അഡോപ്റ്റഡ് ആയി 94 കെയിം ഇൻ ടു ഫോഴ്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് UNFCC. അതൊരു ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. UNCCD എന്ന് പറയുമ്പോൾ ഡിസർട്ടിഫിക്കേഷനും ലാൻഡ് ഡിഗ്രഡേഷനും ഒക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള കൺവെൻഷനാണ് നമ്മൾ UNCCD, കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ. ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വന്നിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. UNFCCയിൽ സൈൻ ചെയ്ത രാജ്യങ്ങൾക്ക് നമ്മൾ പറയുന്നവരാണ് COP, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. എല്ലാ വർഷവും നമുക്ക് അതിന്റെ ഒരു കണക്ഷൻ വേണമെങ്കിൽ നമ്മൾ സിംപ്ലി ഇങ്ങനെ പറയാം. UNFCC എന്ന് പറയുമ്പോൾ അതൊരു ഇന്റർനാഷണൽ ട്രീറ്റി ആണ്. COP എന്ന് പറയുമ്പോൾ ഇതില് UNFCCയുടെ ഒരു പ്രധാനപ്പെട്ട സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡിയെയാണ് നമ്മൾ എന്ത് പറയാ, COP എന്ന് പറയാം. സ്വാഭാവികമായിട്ടും അതിൽ സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ട്രീറ്റിയിൽ സൈൻ ചെയ്ത രാജ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, COP എന്ന് പറയാം. അപ്പൊ COP എല്ലാ വർഷവും ആനുവലി മീറ്റ് ചെയ്യും. അവരുടെ മീറ്റിംഗിൽ പല കാര്യങ്ങളും കാര്യങ്ങളും അവർ ഡിസൈഡ് ചെയ്യുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും. അതിനൊക്കെ വിലയിരുത്താനും മറ്റൊക്കെയുള്ള ആനുവൽ മീറ്റിംഗ് കൂടെ അവരുടെ ഭാഗമായിട്ട് നടക്കാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് UNFCCയുടെ ലോഗോ ഒന്ന് ജസ്റ്റ് കാണാം. ഇതാണ് UNFCCയുടെ ലോഗോ. നമ്മൾ ആൾറെഡി പറഞ്ഞു COP 1. ഇനി നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എപ്പോഴൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നത് കൂടെ നമുക്കൊന്ന് നോക്കാം. ഇത് അതിന്റെ ഒരു ഇയർ വൈസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. COP 1 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, COP 1 ഒക്കെ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. 1995 ബെർലിനിലാണ് നടന്നത് COP 1, ആദ്യത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. നമ്മൾ പറഞ്ഞ 1992 റിയോ എർത്ത് സമ്മിറ്റ് നടക്കുന്നത്. UNFCC എന്ന് പറയുന്നത് അതിന്റെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രീറ്റി ആയിരുന്നു. ആ ട്രീറ്റിയിൽ സൈൻ ചെയ്ത രാജ്യങ്ങളെയാണ് നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയാം. ആദ്യത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടി COP 1 നടന്നത് എന്നായിരുന്നു, 1995 UNFCCയുടെ ആദ്യത്തെ ഒരു മീറ്റിംഗ്. ഓക്കെ, ഇനി രണ്ടാമത്തത് അത്ര പ്രസക്തമായിട്ടുള്ള ഒരെണ്ണമല്ല, ജനീവയിലാണ്. സോറി, 1996 എല്ലാ വർഷവും നടക്കും ഞാൻ പറഞ്ഞു. എന്നാൽ ഇനി വരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോപ്പാണ്. ക്യോട്ടോ പ്രോട്ടോകോളായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു COP 3 ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട ഒരു സാധനം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്തായിരുന്നു ക്യോട്ടോ പ്രോട്ടോകോളിന്റെ പ്രസക്തി, അല്ലെങ്കിൽ എന്തായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ നമുക്ക് നോക്കാം. ക്യോട്ടോ പ്രോട്ടോകോൾ നടന്നത് ജപ്പാനിലാണ്. ജപ്പാന്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ക്യോട്ടോ. വി ഓൾ നോ ദാറ്റ്. എന്താണ് ഇവിടെ നടന്ന കാര്യം? An international treaty aimed at reducing greenhouse gas. ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എമിഷൻ കുറയ്ക്കുക, ഗ്ലോബൽ വാർമിങ്ങിനെ മിറ്റിഗേറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടെ വന്ന ഒരു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ട്രീറ്റി ആയിരുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അഡോപ്റ്റഡ് ഓൺ December 11, 1997. ഈ വർഷം ഓർത്തു വെക്കാൻ വേണ്ടി എന്നെ ഓർത്താൽ മതി. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1997 ആണ്. ക്യോട്ടോ പ്രോട്ടോകോളിലാണ്, COP 3 ക്യോട്ടോ പ്രോട്ടോകോൾ തീരുമാനമാകുന്നത് അറ്റ് യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ഇൻ ക്യോട്ടോ അണ്ടർ ദ UNFCC ഫ്രെയിംവർക്ക്. ക്യോട്ടോ, ജപ്പാനിലെ ക്യോട്ടോയിൽ നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസിലാണ് നമ്മളുടെ
ക്യോട്ടോ പ്രോട്ടോകോൾ അഡോപ്റ്റഡ് ആകുന്നത് എന്ന് ചുരുക്കം. പക്ഷേ ഇത് പ്രാബല്യത്തിൽ വരുന്നത് 2005-ലാണ്. അതിന്റെ സ്വാഭാവികമായിട്ടും ആ ഒരു റാറ്റിഫിക്കേഷൻ പ്രോസസ്സ് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. എല്ലാ രാജ്യങ്ങളും സൈൻ ചെയ്ത് അത് റാറ്റിഫൈ ചെയ്യപ്പെടുക എന്നുള്ളത്, റാറ്റിഫിക്കേഷൻ നടക്കുക എന്നുള്ളത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ 2005-ലാണ് ഇത് ഒരു പ്രാബല്യത്തിൽ വരുന്നത്. 2005 കൂടെയാണ്. ഓക്കെ, നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ നമ്മൾ അതിന്റെ ഒരു കമ്മിറ്റ്മെന്റ് പീരീഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ് ആയിട്ട് വരുന്നത്, നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി വെച്ചോളൂ, ഇതിൽ കാണാൻ പറ്റൂല, 2008 മുതൽ 2012 വരെയാണ് ആദ്യത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ്. അതായത് ഇത്ര ശതമാനം ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷനിൽ കുറവ് വരുത്തണം എന്ന രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് പീരീഡ് ആദ്യം സെറ്റ് ചെയ്യുന്നുണ്ട് 2008 മുതൽ 2012 വരെ. രണ്ടാമത്തെ ഒരു കമ്മിറ്റ്മെന്റ് പീരീഡ് ആയിട്ട് വരുന്നത് 2013 മുതൽ 2020 വരെ. ഈ രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് പീരീഡ് ഒക്കെ പിൽക്കാലത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്യുന്നതും അത് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നതും 1997 കോപ്പിലാണ് എന്ന് ചുരുക്കം. ഇതില് കുറെ ഫീച്ചേഴ്സ് ഇതിൽ പറയുന്നുണ്ട്. ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, ഇതൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്നുള്ളത് ഒന്ന് നോക്കാം. ആദ്യത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, 2008 to 2012 ആയിരുന്നു ആദ്യത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ്. ഞാൻ പറഞ്ഞു സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് 2013 to 2020, അതാണ് സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് ആയിട്ട് വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മളെ എമിഷൻ, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കുറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മളെ ക്യോട്ടോ പ്രോട്ടോകോളിലെ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്യോട്ടോ പ്രോട്ടോകോൾ 6 പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകളെയാണ് റെഡ്യൂസ് ചെയ്യണമെന്ന് രീതിയിൽ പറഞ്ഞത്. അത് ഏതൊക്കെയാണെന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥെയിൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ്സ് ഉണ്ട്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഉണ്ട്, പെരിഫ്ലൂറോ കാർബൺസ് ഉണ്ട്, അതുപോലെ തന്നെ സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ടു, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലെ നോക്കിയിരുന്ന സമയത്ത് ഈ പറഞ്ഞ 6 ഗ്യാസുകൾ ഞാൻ അവിടെയും പറഞ്ഞിരുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, പെരിഫ്ലൂറോ കാർബൺസ്, അതുപോലെ തന്നെ സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്, ഈ 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷനിൽ റിഡക്ഷൻ സംഭവിക്കണം എന്നത് തന്നെയാണ് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഉണ്ടായത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിലും ഒരുപാട് അമെന്റ്മെന്റുകളും മറ്റൊക്കെ നടക്കുന്നുണ്ട്. അമെന്റ്മെന്റിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഞാൻ ക്യോട്ടോ പ്രോട്ടോകോളുമായിട്ട് ബന്ധപ്പെട്ട് സ്ലൈഡിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. സ്ലൈഡിൽ ചെറുതായിട്ട് ഇവിടെ ഉണ്ട്, എന്നാലും അത് ചിലപ്പോൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടണമെന്നില്ല. പക്ഷെ ഞാനതൊന്ന് വിശദീകരിച്ചു തരാം. ഇമ്പോർട്ടന്റ് ആണ് എന്നതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിക്കാം. കീ ഫീച്ചേഴ്സിൽ നമ്മളിവിടെ ഒരു ഹെഡിങ് കാണാൻ പറ്റും. അതിൽ ഇൻട്രൊഡ്യൂസ് മാർക്കറ്റ് മെക്കാനിസം, CDM, എമിഷൻ ട്രേഡിംഗ്, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓരോ ഇതിലിപ്പോ കുറെ രാജ്യങ്ങൾ ഇൻവോൾവ് ആകുന്ന ഒരു പരിപാടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അതായത് പണ്ടേ ഗ്രീൻ ഹൗസ് ഗ്യാസുകളൊക്കെ എമിറ്റ് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിങ്ങും അതിനെ പോലെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ നമുക്കിത് എന്തായാലും കൺട്രോൾ ചെയ്യണം എന്ന രീതിയിൽ COP3 ഇങ്ങനെ ഒരു ഐഡിയ വരുന്നു. അത് 2005 കൂടെ ആകുമ്പോൾ അതിന്റെ റാറ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നു. അങ്ങനെ 2008 മുതൽ 2012 വരെ ആദ്യത്തെ ഒരു കമ്മിറ്റ്മെന്റ് പീരീഡ് സെറ്റ് ചെയ്യുന്നു. 2013 മുതൽ 2020 വരെ അതിന്റെ ഒരു സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് വെക്കുന്നു. ഈ സമയത്തൊക്കെ ഇത്ര ശതമാനം നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറക്കണം, ഈ 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകളിൽ ഇത്രത്തോളം എമിഷൻ പാടില്ല, അത് നമുക്ക് റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു ധാരണ. ഇനി അതില് നമ്മൾക്ക് എങ്ങനെയൊക്കെ ഇതില് കുറച്ചൊരു മാർക്കറ്റ് മെക്കാനിസംസ്, ഇതിപ്പോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകണല്ലോ. അപ്പൊ അതിൽ കുറച്ച് മാർക്കറ്റ് മെക്കാനിസംസ് കൂടെ സെറ്റ് ചെയ്തിരുന്നു. ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് ആണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. കൺട്രീസ് ദാറ്റ് കട്ട് മോർ എമിഷൻ ദാൻ ക്യാൻ സെൽ ദ എക്സ്ട്രാ ടു അതേഴ്സ്. അതായത് സാധാരണ എമിഷൻ ഈ പറഞ്ഞ കാർബൺ ക്രെഡിറ്റ് കുറവ്, കാർബൺ എമിഷൻ കുറവുള്ള രാജ്യങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ബാക്കി കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ കച്ചവടമാക്കാം എന്നുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നു. കൺട്രീസ് ദാറ്റ് കട്ട് മോർ എമിഷൻ ക്യാൻ സെൽ ദ എക്സ്ട്രാ ടു അതേഴ്സ്. ഒരു രാജ്യത്തിന് ഇത്ര ശതമാനം എമിഷൻ പറ്റും എന്നതിനൊരു അളവുണ്ടാകും. അപ്പൊ ആ അളവ് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അത്ര എമിഷൻ ചെയ്യാത്ത രാജ്യങ്ങൾക്ക് അവരുടെ എക്സ്ട്രാ വേണമെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാം. അതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ വരുന്നത്. അതിൽ വരുന്ന 2-3 മെക്കാനിസംസ് ആണ്. ഒന്നാമത്തത് CDM, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ഇതൊരു തരം ബാർട്ടർ സിസ്റ്റം ആയിരുന്നു.
ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം അങ്ങനെ പറയാൻ എനിക്ക് ആഗ്രഹം. ബാർട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ അവിടെ ചെയ്യുന്നത്? ഡെവലപ്ഡ് കൺട്രീസ് ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഗ്രീൻ പ്രോജക്ട്സ് ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ് ടു ഗെറ്റ് ക്രെഡിറ്റ് ഫോർ ഇറ്റ്. അപ്പൊ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് അവർക്ക് ഡെവലപ്പിംഗ് കൺട്രീസിൽ കുറെ എന്താണ് ഇൻവെസ്റ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ നടത്താം. അവർക്ക് ആ രീതിയിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കാം. അപ്പൊ അവരുടെ നാടും വികസിക്കും. അതേസമയം അതിന് പകരമായിട്ട് അവരുടെ കാർബൺ ക്രെഡിറ്റ് ബാക്കിയുള്ളത് ആർക്ക് കൈമാറും? ഡെവലപ്ഡ് കൺട്രിക്ക് കൈമാറും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രീതിയിലൊരു ബാർട്ടർ സിസ്റ്റം ആണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസംസിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. ഡെവലപ്ഡ് കൺട്രീസ് ക്യാൻ വർക്ക് ടുഗദർ ഓൺ എമിഷൻ റെഡ്യൂസിംഗ് പ്രോജക്ട്സ് ആൻഡ് ഷെയർ ദ ക്രെഡിറ്റ്. ഡെവലപ്ഡ് കൺട്രീസിന് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ കാർബൺ ക്രെഡിറ്റ് ഷെയർ ചെയ്യാനും ഈ പറഞ്ഞ പോലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറക്കുന്ന പരിപാടികളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളാണ് ജോയിന്റ് ഇംപ്ലിമെന്റേഷനിൽ വരുന്നത്. എമിഷൻ ട്രേഡിംഗ്, ഇങ്ങനെ 3 രീതിയിലുള്ള ട്രേഡിംഗ് മെക്കാനിസംസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു ബേസിക് ഐഡിയ മനസ്സിലാക്കി വെക്കുക. എമിഷൻ ട്രേഡിംഗ് എന്താണ്, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്താണ്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇതിന്റെ ഒരു ബേസിക് ഒരു പ്രിമൈസ് അല്ലെങ്കിൽ ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് CBDR ആണ്. CBDR എന്ന് പറഞ്ഞാൽ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. എല്ലാവരും കോമൺ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഈ പരിശ്രമത്തിന്റെ ഭാഗമാകണം. അറ്റ് ദ സെയിം ടൈം എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ഒരേപോലെയല്ല. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൽ വരുന്നത്. ഇതാണ് CBDR എന്നതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. അനെക്സ് 1 കൺട്രീസ്, അനെക്സ് 2 നോൺ അനെക്സ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അനെക്സുകളൊക്കെ വരുന്നുണ്ട്. അനെക്സ് 1ന്റെ പ്രത്യേകത ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അപ്പൊ അവര് എന്താണ് ചെയ്യേണ്ടത്? അനെക്സ് 2 കൺട്രീസ് ഡെവലപ്ഡ് ആണ്, അവർ അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കണം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണ് എന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറക്കാൻ വേണ്ടി വന്ന പരിപാടിയാണ് എന്നുള്ളത് എങ്കിലും അറ്റ്ലീസ്റ്റ് ചുരുക്കി നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ പിന്നെ അങ്ങനെ ഒരുപാട് കോപ്പുകൾ നടക്കുന്നുണ്ട്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടക്കുന്നുണ്ട്. ഇനി അതിൽ പ്രധാനപ്പെട്ട ഒരു കോപ്പാണ് 2016 കോപ്പുകളുടെ ഇയറൊക്കെ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഓരോ വർഷവും നടക്കുന്ന കോപ്പുകൾ ഓരോന്നോരോന്ന് ഓർത്തു വെക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എല്ലാം വായിച്ചു പോകുന്നില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കോപ്പിലേക്ക് കിടക്കാം. അയവാ, നിങ്ങൾ പാരീസ് അഗ്രിമെന്റ് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ടാകും. അതാണ് COP21. 2015 നടന്ന കോപ്പാണ് COP21. ഫ്രാൻസിലാണ് നടന്നത്. ഫ്രാൻസിലെ പാരീസ് അഗ്രിമെന്റ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടത് COP21ന്റെ ഭാഗമായിട്ടാണ്. എന്താ ശരിക്കും സംഭവിച്ചു വെച്ചാലേ, നമ്മൾ പറഞ്ഞു സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് 2013 മുതൽ 2020 വരെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി കാർബൺ നമ്മളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട് ആഫ്റ്റർ 2020 എന്താണ് നമ്മളുടെ പ്ലാൻ എന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും വന്നൊരു ഐഡിയ ആണ് ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ കൂടെയാണ് COP21 നമുക്ക് ലഭിച്ചത്. പാരീസ് അഗ്രിമെന്റിൽ ഒരു 10 മിനിറ്റ്സിൽ മീറ്റിംഗ് അവസാനിക്കും. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിൽ ഒരു ക്ലാരിറ്റി വന്നത് COP21 2015 നടന്ന പാരീസ് അഗ്രിമെന്റോട് കൂടെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ COP21 അത് തീരുമാനമായത്. അതിലും നമ്മൾക്ക് എന്താണ് ചേഞ്ച് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നേരത്തെ ഉണ്ടായിരുന്ന CBDR മാറിയിട്ട് CBDR എന്തായിരുന്നു? കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. അത് മാറിയിട്ട് കുറച്ചുകൂടെ ഒരു INDC, നമ്മളുടെ സ്ലൈഡിൽ ചിലപ്പോൾ ആ ഒരു ടേം ഒന്നും കാണാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് പറ്റുകയാണെങ്കിൽ എഴുതി വെച്ചോളൂ. INDC ഇവിടെ ഉണ്ടല്ലോ. ഇൻട്രൊഡ്യൂസ്ഡ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഓരോ രാജ്യവും റെസ്പോൺസിബിൾ ആണ്. നേരത്തെ നമുക്ക് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ ഇവിടെ എല്ലാ രാജ്യത്തിനും അതിൻ്റെതായുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട് COP21 വന്നത്. കമ്മിറ്റ്മെന്റ് ടു റിവ്യൂ പ്രോഗ്രസ് എവറി 5 years, ഇൻക്ലൂഡഡ് ഫൈനാൻസ് ആൻഡ് അഡാപ്റ്റേഷൻ സപ്പോർട്ട്. COP21 ഭാഗമായിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇന്ത്യയും ഫ്രാൻസും കമ്പൈൻ ചെയ്ത് ലോഞ്ച് ചെയ്ത ഒരു പരിപാടിയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. COP21 ഭാഗമായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലെ ഹരിയാനയിലെ ഗുരുഗ്രാം ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ഇപ്പൊ നിലവിലുള്ളത്.
ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇന്ത്യയും ഫ്രാൻസും കൂടെ ജോയിന്റ്ലി ലോഞ്ച് ചെയ്താന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് വരുന്ന ഒരു പരിപാടി കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് എക്സാം പേപ്പറിൽ നമുക്ക് നന്നായിട്ട് പ്രതീക്ഷിക്കാം, ഇനിയും പ്രതീക്ഷിക്കാം. ട്രീറ്റി ബേസ്ഡ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഇനി എന്താണ് നമ്മളുടെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് കൊണ്ടുള്ള ഉദ്ദേശം? സോളാർ എനർജി പരമാവധി പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂൽസിലുള്ള ഡിപ്പെൻഡൻസ് നമുക്ക് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയും ഫ്രാൻസും ഒക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗമായത്? അബണ്ടന്റ് ആയിട്ടുള്ള സൺലൈറ്റ് ലഭിക്കുന്ന, അതായത് നമ്മളുടെ ആ ഒരു ഇക്വേറ്ററിന്റെ ഒരു തൊട്ട് ഭാഗങ്ങളിലായിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും കാപ്രിക്കോണിന്റെയും ഇടയിൽ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ വരുന്ന രാജ്യങ്ങളാണ് ഇതിൽ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗങ്ങൾ. അപ്പൊ അവരാണ് ഇതിൽ കാര്യമായിട്ട് വന്നിട്ടുള്ള രാജ്യങ്ങൾ. പ്രൈമറിലി ദോസ് ലൈങ് ബിറ്റ്വീൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് കാപ്രിക്കോൺ. ഏകദേശം നിങ്ങൾ ചിത്രം നോക്കുകയാണെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെ കാപ്രിക്കോൺ, ഇതിന്റെ ഇടയിൽ വരുന്ന രാജ്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ ISAന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. 107 മെമ്പർ കൺട്രീസും 17 സിഗ്നറ്ററീസ് കൺട്രീസും ആണ് ഇപ്പൊ നിലവിലുള്ളത്. അതൊന്ന് ഓർത്തു വെക്കുക. നമ്പറൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്ന് ഓർത്തു വെക്കുക. 107 മെമ്പർ കൺട്രീസ് ആൻഡ് 17 സിഗ്നറ്ററി കൺട്രീസ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. ഓക്കെ, ഇനി വീണ്ടും ഒരുപാട് കോപ്പുകൾ നടക്കുന്നുണ്ട്, അതിലേക്ക് വല്ലാതെ പോകുന്നില്ല. ആൻഡ് ഫൈനലി COP 30 ഇനി നടക്കാൻ പോകുന്ന കോപ്പ് കൂടെ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബറിലാണ് നടക്കാൻ പോകുന്നത് COP 30. 2030 നടക്കാൻ പോകുന്ന ബ്രസീലിലെ കോൺഫറൻസ് ആണ് COP 30. ആമസോണിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Countries must submit new and more ambitious climate goals for the 2035. അതാണ് അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് കോപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഞാൻ ഒരു 10 മിനിറ്റിൽ, ഇനി കുറച്ച് സമയം 6 മിനിറ്റ് കൂടെയാണ് ബാക്കിയുള്ളത്. അതിൽ 1-2 കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ സ്ലൈഡിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. 1992 നിങ്ങൾ പറ്റുകയാണെങ്കിൽ നോട്ട്ബുക്കിലൊന്ന് നോട്ട് ചെയ്തോളൂ. 1992 എന്തൊരു പ്രധാനപ്പെട്ട പരിപാടി നടന്നില്ലേ? എന്തായിരുന്നു? ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞേ. വാട്ട് വാസ് ദ മെയിൻ തിങ് ഹാപ്പൻഡ് ഇൻ 1992? Please do comment or please do say. United Nations Environment Program. Rio Earth Summit. റിയോ എർത്ത് സമ്മിറ്റ് നടന്നു. ഈ റിയോ എർത്ത് സമ്മിറ്റിന്റെ ഒരു തുടർച്ച സംഭവിച്ചിട്ടുണ്ട്. അതാണ് 10 വർഷങ്ങൾക്ക് അപ്പുറം 2002 ഒരെണ്ണം നടന്നിട്ടുണ്ട്, 2012 അടുത്തൊരെണ്ണം നടന്നിട്ടുണ്ട്. അത് രണ്ടൊന്നും ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 1902 റിയോയിൽ നടന്നത് റിയോ സമ്മിറ്റ്. അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. UNCED എന്നാണ് അതിന്റെ പേരുണ്ടായിരുന്നത്, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം ജോഹന്നസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലെ കൃത്യം 10 വർഷങ്ങൾക്ക് ശേഷം 2002 അടുത്തൊരു സമ്മിറ്റ് നടക്കുകയാണ്. വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, WSSD എന്ന് പറയുന്ന ഒരു സമ്മിറ്റ് നടക്കുന്നു. വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. റിയോ +10 എന്നാണ് ഇതിന് ഇൻഫോർമലി അറിയപ്പെടുന്ന ഒരു പേര്. റിയോ സമ്മിറ്റ് നടന്നതിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം റിയോ +10, WSSD. ചോദ്യങ്ങൾ വരാം, സോ പ്ലീസ് ട്രൈ ടു നോട്ട്. ദെൻ ആഫ്റ്റർ 10 years, വീണ്ടും ഒരു 10 വർഷങ്ങൾക്ക് ശേഷം 2012, അതും ബ്രസീലിലെ റിയോയിൽ തന്നെ ആയിരുന്നു, UNCSD എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മളുടെ SDG ഒക്കെ വരുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഒക്കെ വരുന്നത്. ഇതിന്റെ ഒരു ഔട്ട്പുട്ട് ആയിരുന്നു യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ ഈ രീതിയിൽ ഒരു 3 എർത്ത് സമ്മിറ്റുകൾ സാധാരണ കണക്ട് ചെയ്ത് പറയാറുണ്ട്. 1992, പിന്നെ ആദ്യത്തെ റിയോ സമ്മിറ്റ്, പിന്നെ റിയോ +10, റിയോ +20. UNCED, WSSD, UNCSD. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ.
UNCSD ഏത് വർഷമാണ് നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഓർത്തു വെക്കുക 2012 യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മൾക്ക് ഇനിയും ഒരുപാട് കവർ ചെയ്യാനൊക്കെ ഉണ്ട്, ബട്ട് ടൈമിന്റെ ഒരു കൺസ്ട്രെയിൻ കാരണം തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇനി പൊല്യൂഷൻ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ള ഒരു ഭാഗമാണ്. അതിലുള്ള കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ സമയത്തിന്റെ ഒരു ലഭ്യത കാരണം നമുക്ക് കടക്കാനുള്ള നിർവാഹമില്ല. നമുക്കിനി നാളെയും എൻവയൺമെന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. സോ തൽക്കാലം ഇന്നത്തെ സെഷനോട് കൂടെ എൻവയൺമെന്റ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ലാസ്റ്റിലേക്ക് സമയത്തിനൊക്കെ അനുസരിച്ച് ബാക്കി ഭാഗങ്ങൾ കൂടെ കവർ ചെയ്യാൻ ശ്രമിക്കാം. സോഫാർ ക്ലാസിനെ കുറിച്ചൊന്ന് നിങ്ങളൊരു ഫീഡ്ബാക്ക് തരികയാണെങ്കിൽ ഐ ക്യാൻ ഇംപ്രൂവ് ഇൻ ദ കമ്മിങ് ക്ലാസ്സസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഷെയർ ചെയ്യും, അതൊന്നും പ്രശ്നമില്ല. PPT ഒക്കെ ഷെയർ ചെയ്യാം, അതിനൊന്നും ഒരു തടസ്സമില്ല. ക്ലാസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ, ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ട മാറ്റങ്ങളും മറ്റൊക്കെ വരുത്തായിരുന്നു. 2 മിനിറ്റ് മാത്രമാണ് ഇനി റെക്കോർഡിംഗ് ബാക്കിയുള്ളത്, അതോടുകൂടെ അവസാനിക്കും. Sure. I will send it. I will send the PPT. No worries. ക്ലാസ്സിന് മാറ്റങ്ങളൊന്നും തോന്നില്ല, ആവശ്യം തോന്നില്ല. നല്ല രീതിയിലാണ് പോകുന്നത്. ഓക്കെ. താങ്ക് യു. എനിവേ ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. നിങ്ങൾ അതിൽ നോക്കിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ, എഴുതിക്കോളൂ. ഇതിന്റെ കൂടെ തന്നെ പേപ്പർ 1 നല്ല വൃത്തിയിൽ കൊണ്ടുപോവുക. അതും പേപ്പർ 2 നല്ല വൃത്തിയിൽ കൊണ്ടുപോവുക. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ മുതൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 1 hour കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് മോർണിംഗിൽ ക്ലാസ് ഉള്ളതാണ്. നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂറിൽ തന്നെ കണ്ടന്റ് പറഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കാം. ഇനി പറ്റുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ സെക്കൻഡ് ടൈമും അയക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. Anyway, thank you for joining the class. Let's wind up. Thank you all.